ഫ്രണ്ട്സ്, അപ്പോൾ അതേണ്ട എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു ബോക്സിനകത്ത് ഒരു ടേബിൾ ലാമ്പാണ്. നമുക്കറിയാം ഇപ്പോൾ തുടർച്ചയായിട്ട് മഴയൊക്കെ പെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലൊക്കെ കറണ്ട് കട്ടൊക്കെ ഉണ്ടാവാറുണ്ട്. ആ സമയത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ എഴുതിക്കൊണ്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴോ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടി വാങ്ങിച്ചാണ് ഈ സാധനം. എന്തായാലും നമുക്കിത് അൺബോക്സ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. ഈ ഒരു ബോക്സ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മളിത് വാങ്ങിച്ചിട്ടുള്ളത് ഫ്ലിപ്കാർട്ട് വഴിയാണ്. അപ്പോൾ ഇത് ഫ്ലിപ്കാർട്ട് വഴി ഏകദേശം ഒരു 300 രൂപയ്ക്ക് അടുത്ത് ആണ് ഈ ഒരു സാധനം എനിക്ക് കിട്ടിയത്. അങ്ങനെ നമ്മളിവിടെ ബോക്സ് പൊട്ടിച്ചിട്ടുണ്ട്. ബോക്സ് പൊട്ടിക്കുമ്പോൾ കാണാം നമുക്ക് അകത്തും ഒരു ബോക്സ് വരുന്നുണ്ട്. എന്തായാലും നമുക്കത് നേരെ പുറത്തോട്ടെടുക്കാം. നമ്മളെപ്പോഴും ഒരു ഫ്ലിപ്കാർട്ടിൽ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുവാണെങ്കിൽ നമ്മളതിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കും എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ തന്നെയാണ് നമ്മൾ ഇവിടെ ഇത് നോക്കി എടുത്തിരിക്കുന്നത്. ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു നെഗറ്റീവ് റിവ്യൂ പോലും അതിലില്ല. എന്തായാലും എല്ലാവരും 5 സ്റ്റാർ റേറ്റിംഗ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ആ ഒരു ബോക്സിൻ്റെ ബാക്കിലും സൈഡിലുമായിട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുറേ അധികം കാര്യങ്ങൾ ആ ഒരു പ്രോഡക്റ്റിനെ പറ്റി അവർ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ടൈപ്പ് സി ചാർജിങ്, ടച്ച് ഡി മിറർ, പിന്നെ 3 ഷെയ്ഡ്സ് വരുന്നുണ്ട്, പിന്നെ ബാറ്ററിയുടെ എംഎച്ചും കാര്യങ്ങളും. അപ്പോൾ അങ്ങനെ കുറേ നെക്ക് പറ്റിയ ഫ്ലെക്സിബിൾ ആണ്, അങ്ങനെ കുറേ അധികം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിൽ ഇത്രയും കാര്യങ്ങളാണ് എടുത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ രണ്ട് സൈഡിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷനും പിന്നെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുള്ളത് കാണാം. എന്തായാലും അതൊക്കെ അങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കിയതിന് ശേഷം നമ്മൾ നേരെ നമ്മുടെ ബോക്സ് പൊട്ടിച്ച് നമ്മുടെ സാധനം പുറത്തെടുക്കാൻ പോകാം. അപ്പോൾ നമ്മൾ ആ ഒരു ബോക്സ് പൊട്ടിക്കുമ്പോഴേക്കും നമുക്ക് ആദ്യം തന്നെ കിട്ടുന്ന നമുക്ക് ഈ കാണുന്നൊരു പേപ്പറാണ്. ഇത് നമ്മുടെ ആ ഒരു ഫീച്ചേഴ്സും ആ ഒരു പ്രോഡക്റ്റിനെ പറ്റിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ എന്തായാലും അത് വലിയ കാര്യമില്ലാത്തതുകൊണ്ട് നമുക്ക് അടുത്ത സാധനം നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കിട്ടുന്ന ഇവിടെ വേറെ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈപ്പ് സി ചാർജിങ് കേബിളാണ്. അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു സി കേബിളാണ്. പിന്നെ ആ ഒരു കേബിളിന് അത്യാവശ്യം നല്ല നീളവും ഉണ്ട്. സാധാരണ ഇത്രയ്ക്ക് വിലക്കൊക്കെ കിട്ടും നമുക്ക് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ഒക്കെ കേബിൾ എന്ന് പറഞ്ഞാൽ വളരെ ചെറുതായിരിക്കും. ഇനി എന്തായാലും നമ്മുടെ മെയിൻ ഐറ്റമായ നമ്മുടെ ലാമ്പ് നമ്മൾ പുറത്തോട്ട് എടുക്കുകയാണ്. എന്തായാലും ഇത് അത്യാവശ്യം നല്ല ഡീസൻറ്റ് പാക്കിങ്ങിലാണ് വരുന്നത്. ഒരു ചെറിയൊരു ബബിൾ റാപ്പിൻ്റെ ഒരു ബാഗിലിട്ടാണ് നമുക്ക് സാധനം കിട്ടുന്നത്. എന്തായാലും ബോക്സിൽ മറ്റ് കാര്യങ്ങളൊന്നുമില്ല. ഇനി നമുക്ക് ബോക്സ് സൈഡാക്കിയിട്ട് മറ്റ് കാര്യങ്ങൾ നോക്കാം. അങ്ങനെ ഇപ്പോൾ ആ ഒരു ബബിൾ റാപ്പ് ചെയ്ത ആ ഒരു ബാഗിൽ നമ്മുടെ ആ ഒരു പ്രൊഡക്റ്റ് നമ്മൾ പുറത്തോട്ട് എടുക്കുകയാണ്. ഇപ്പോൾ കാണാം ചെറുതായിട്ട് വളച്ചും തിരിച്ചൊക്കെയാണ് വെച്ചിരിക്കുന്നത്. നമ്മുടെ ആ ഒരു നെക്ക് ഭയങ്കര ഫ്ലെക്സിബിൾ ആണ്. അപ്പോൾ നമുക്കത് തിരിച്ച് നേരെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കാം. അത് നമുക്കൊക്കെ അറിയാം, സാധാരണ കാര്യമാണ്. എന്തായാലും നമുക്കത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് വെക്കാവുന്നേ ഉള്ളൂ. എന്തായാലും സാധനം ഒന്ന് നിവർത്തി ചെയ്തപ്പോഴത്തേക്കും നല്ല നീളം തോന്നിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ആ ഒരു ഹൈറ്റിൻ്റെ കാര്യത്തിലെല്ലാം ബാലൻസ്ഡ് ആണ്. വേറെ ഒന്നും നമുക്ക് പ്രത്യേകിച്ച് പറയാനില്ല. പിന്നെ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് സ്ലൈഡ് ചെയ്ത് ഓൺ ആക്കാനും ഓഫ് ആക്കാനും പറ്റുന്ന ഒരു സ്വിച്ച് കാണാം. പിന്നെ സൈഡിലായിട്ട് നമ്മുടെ ആ ഒരു ചാർജിങ് ഇൻഡിക്കേഷനും പിന്നെ നമ്മുടെ ടൈപ്പ് സി ചാർജിങ് പോർട്ടും കാണാം. ഇനി ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ അടിയിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഒരു ബാറ്ററി ഒക്കെ ഇടാൻ പറ്റിയൊരു സ്ഥലം കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുവാണെങ്കിൽ അതിൽ ഇൻബിൽഡ് ആയിട്ട് ഒരു 1200 mAh ഒരു ലിത്തിയം പോളിമർ ഒരു ബാറ്ററിയും കൂടെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബാറ്ററി ഇല്ലാതാണെങ്കിൽ ബാറ്ററി ഇല്ലാതെ നമുക്ക് യൂസ് ചെയ്യാം. ബാറ്ററി ഇട്ടുകൊണ്ടാണെങ്കിൽ നമ്മൾ റീചാർജ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും നമുക്കിത് യൂസ്ഫുൾ ആണ്. എന്തായാലും നമ്മുടെ പവർ സ്വിച്ച് സ്ലൈഡ് ചെയ്യുന്നിടത്തൊരു ചെറിയൊരു ടേപ്പ് ഉണ്ടായിരുന്നു, അത് നമ്മൾ ഇളക്കി കളഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇനി മുകളിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ ലുക്കിൽ ഇതേപോലെ തോന്നിക്കും. എന്തായാലും നമുക്കിതിപ്പോൾ നമ്മൾ ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് വീഡിയോയ്ക്ക് വേണ്ടി. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ആ ഒരു ടച്ച് വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. നമ്മളിതിങ്ങനെ ടച്ച് ചെയ്ത് നമ്മൾ ഓൺ ആക്കുകയോ ഓഫ് ആക്കുകയോ ചെയ്യുന്നത്. എന്തായാലും ഇതിൽ 3 ഷെയ്ഡ്സ് ആണ് വരുന്നത്. എന്തായാലും നമുക്ക് അതൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. അതിന് മുന്നേ നമ്മൾ ഈ മണ്ടക്കലത്ത് ഈ ഒരു സ്റ്റിക്കറും കൂടെ ഇളക്കി കളയുവാണ്. ഇനി നമുക്ക് നേരെ മുറിയിലേക്ക് പോകും. അപ്പോൾ ഫസ്റ്റ് ഓൺ ആക്കുമ്പോൾ നമുക്ക് സാധാരണ നോർമൽ വൈറ്റ് ലൈറ്റ്, നമുക്ക് ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ലൈറ്റ് തന്നെയാണ്. അത്യാവശ്യം നമ്മളൊരു എഴുതുന്ന ഒരു സ്പേസ് ആണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അത് കവർ ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഈ ഒരു ലൈറ്റ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ആ ഒരു ബാറ്ററിയുടെ പവറിലാണ്. എന്തായാലും നമ്മളിപ്പോൾ അടുത്ത ഷെയ്ഡിലേക്ക് മാറ്റാൻ പോവാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വാം ലൈറ്റ്. അപ്പോൾ വാം ലൈറ്റും പക്കയാണ്, പ്രത്യേകിച്ച് ഒരു പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം നല്ല അതിൻ്റെ ആ ഒരു ബ്രൈറ്റ്നസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അടുത്ത നമ്മുടെ മൂന്നാമത്തെ ഷെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വാം ലൈറ്റ് നമ്മുടെ ആ ഒരു വൈറ്റ് ലൈറ്റും കൂടെ മിക്സ് ആയിട്ട് ചെറിയൊരു ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു ലൈറ്റാണ്. എന്തായാലും അതിൽ ഇച്ചിരി വൈറ്റ് ആണ് കൂടുതൽ എടുത്ത് നിൽക്കുന്നത്. ഇപ്പോൾ വീഡിയോയിൽ നിങ്ങൾക്ക് അത് എന്തുമാത്രം അറിയാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല. ഇപ്പോൾ നമ്മുടെ റൂമിൽ ആരെങ്കിലുമൊക്കെ ഉറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ആ റൂമിലെ ലൈറ്റ് വിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ എഴുതിക്കൊണ്ടിരിക്കുക വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ഉറങ്ങുന്നവർക്ക് വളരെ ഡിസ്റ്റർബൻസ് ആവും. അതേ സ്ഥാനത്ത് നമ്മൾ ഇതേപോലെ ഒരു ടേബിൾ ലാമ്പ് വാങ്ങിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ അവർക്കും ഡിസ്റ്റർബൻസ് ആവത്തില്ല, നമ്മുടെ കാര്യവും നടക്കും. എന്തായാലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ആ ഒരു ഓടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ആ ഒരു ബാറ്ററിയുടെ പവറിലാണ്. ഇപ്പോൾ നമ്മൾ ബാറ്ററി ചാർജിങ് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ചാർജിങ്ങിന് ഇടുമ്പോൾ ഒരു റെഡ് ഇൻഡിക്കേഷൻ ലൈറ്റ് ഇവിടെ കാണാം. ഇത് കൂടാതെ നിങ്ങൾക്ക് ഇപ്പോൾ കാണാം നമ്മൾ ആ ഒരു ബാറ്ററി പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ കാണുന്ന ലൈറ്റ് നമ്മുടെ ആ ലാമ്പിൽ നിന്ന് വരുന്നതാണ്. ഇത് നമ്മൾ ഡയറക്റ്റ് കറണ്ടിലേക്ക് കണക്ട് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ബാറ്ററി ഇല്ലാതെ ഉപയോഗിക്കുന്ന സമയത്താണെങ്കിൽ നമ്മുടെ ആ ലാമ്പിൽ നിന്ന് ഒരു ഗ്രീൻ ലൈറ്റും ഇതേപോലെ കത്തി തെളിയുന്നതായിരിക്കും. എന്തായാലും ബാറ്ററി ഇതിൽ ഫിക്സ്ഡ് അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ബാറ്ററിക്ക് എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് വന്നാൽ തന്നെ നമുക്കത് വേറെ വാങ്ങി നമുക്ക് വേറെ ഇട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ടതും ആ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് നമ്മുടെ ആ ഒരു ചെറിയൊരു ടേബിൾ ലാമ്പിൻ്റെ റിവ്യൂ. എന്തായാലും റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.